മലപ്പുറം ഒതുക്കങ്ങളിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. MDMA-ക്ക് പകരം കർപ്പൂരം നൽകിയെന്നാരോപിച്ചാണ് ഏറ്റുമുട്ടലായി ഉണ്ടായതെന്നാണ് വിവരം. എന്നാൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പമ്പിൻ്റെ മുന്നിൽ വെച്ച് കുറേ 2-3 പേര് വന്നിട്ട് ഇവിടെ അടികൂടുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ട് അവർ ചോദ്യം ചെയ്യുകയും അവരവിടെ തടഞ്ഞു നിർത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അവർ MDMA എന്ന് പറഞ്ഞ് കർപ്പൂരം കൊടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാനിവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അങ്ങനെ പോലീസിനെ വിവരിച്ച് പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് MDMA ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കർപ്പൂരമാണ് എനിക്ക് തന്നതാണ്. പോലീസ് അവർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് സാധനം ഒന്നും കയ്യിലില്ല, അവരെ കയ്യിലില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റു തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിപ്പിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇതിൽ എന്താണ് പോലീസ് പറയുന്നത്? ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കർപ്പൂരം നൽകി എന്നുള്ളതിനേക്കാൾ ഉപരി ഇതെവിടെ നിന്നാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടുന്നത് എന്നതിലേക്കൊക്കെ പോലീസ് എത്തിയോ? മലപ്പുറം ഒതുക്കങ്ങളിലാണ് യുവാക്കൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടലുണ്ടായത്. MDMA നൽകേണ്ടതിന് പകരം കർപ്പൂരം നൽകി എന്നുള്ളത് ആരോപിച്ച് ഉണ്ടായ സംഘർഷം. പിന്നീട് പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നു. കോട്ടയ്ക്കൽ പോലീസാണ് അവിടെ എത്തിയത്. അവർ യുവാക്കളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ്. എന്നിട്ട് അവരെ വിട്ടയച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. സ്ഥലത്തെത്തി പോലീസ് വിശദമായി പരിശോധനയും നടത്തിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സമീർ, ഞാൻ ചോദിച്ചത് ഇത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ കഞ്ചാവും മറ്റു ലഹരിയും ഒക്കെ എത്തുന്നത് എന്നത് പോലീസിന് മനസ്സിലായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ഇവരുടെ പക്കൽ നിന്നും പോലീസിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒതുക്കങ്ങളിൽ യുവാക്കൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ നാട്ടുകാർ ഇടപെട്ട് ഇവരെ മാറ്റുകയായിരുന്നു. ആ സമയത്താണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് ഈ MDMA ആണെന്ന് പറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ ഈ കർപ്പൂരം നൽകി പറ്റിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഈ നൽകിയ ആളെ ഒതുക്കലിൽ വെച്ച് കാണുന്ന സമയത്ത് അവിടെ നിന്നും സംഘർഷത്തിലാവുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ എത്തുന്നു. ഇയാളും സമാനമായ രീതിയിൽ വിവരങ്ങൾ കേൾക്കുന്നു. പിന്നാലെ കോട്ടക്കൽ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ കോട്ടക്കൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി യുവാക്കളെ ചോദ്യം ചെയ്തെങ്കിലും യുവാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞില്ല. യുവാക്കളുടെ കയ്യിൽ നിന്ന് പോലീസിന് MDMA ഒന്നും തന്നെ ലഭിക്കുകയും ചെയ്തില്ല. ഇതോടുകൂടി പോലീസും ഈ വിഷയം അവസാനിപ്പിക്കാനുണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അനുജ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.